എന്നാ പിന്നെ നമുക്കൊരു എൻഗേജ്മെന്റ് പോയിട്ട് വന്നാലോ? എൻഗേജ്മെന്റ് എവിടെയാന്ന് വെച്ചാൽ എൻ്റെ ഉപ്പാന്റെ കാർണോറ് മോളെ എൻഗേജ്മെന്റ് ആണ്. പാമ്പെത്തില്ലാന്ന് വീട് വരുന്നത്. നമ്മൾ നേരെ പോയിട്ടുണ്ടായത് ബോട്ടടിയിലേക്കാണ്. അവിടെ പോയരിതാ നമ്മൾ കുറച്ച് നേരത്തെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലേ ഉപ്പാന്റെ കാർണോറ് മോളെ എൻഗേജ്മെന്റ് അല്ലേ, അപ്പൊ പിന്നെ നമ്മൾ നേരത്തെ എത്തണ്ടേ. കാര്യമായിട്ട് ഇതൊക്കെ ഒന്നുമില്ല കേട്ടോ. എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ കാണാൻ നിൽക്കുക വേണ്ട, മെയിനായിട്ട് ഫുഡ് തന്നെ. ഇതിപ്പോൾ നമ്മൾ കുറച്ച് കസിൻസ് ഉള്ളതായതുകൊണ്ട് പെട്ടെന്ന് ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. ചോട്ട കസിൻസ് ആട്ടോ, വലിയ കസിൻസ് ഒന്നും ഇല്ല. നമുക്ക് പിന്നെ ഓളെ വിളിച്ച് ഇവളെ വിളിച്ച് അങ്ങനെ ഒന്നുമില്ല. ഒരാളെ വിളിച്ച് എല്ലാവരും വിളിച്ചോണം. എൻ്റെ വയറ്റിൽ നിന്ന് ഓള് കൈയിട്ട് വാരി കഴിക്കുന്നുണ്ടോ? കണ്ടോ, ഒരു ഉളുപ്പില്ലാണ്ട് കൈയിട്ട് വാരി കഴിക്കുന്ന എല്ലാ ഗാങ്ങിലും കാണും ഒരു പാത്തുമ്മ. ഇതാണ് നമ്മളെ കൂട്ടത്തിലെ കുഞ്ഞി പാത്തുമ്മ. ഇവളെ ചിരി എൻ്റെ അള്ളാ, അതാണ് ഹൈലൈറ്റ്. എന്തായാലും ദുനിയാവിൻ്റെ പോക്ക്. ഫുഡ് കഴിക്കുന്ന ആളെ പെരുന്നാളിൽ പോകുന്ന ആളെ കമൻറ്റ് പറയുന്ന 2 എണ്ണം. ബൈ ദ വൈ ഞങ്ങളിപ്പോൾ ചങ്ങായിമാർ അയച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് യൂട്യൂബ് ചാനലുള്ളത് അവർക്ക് 2 എണ്ണത്തിന് അറിയാം. അപ്പൊ പിന്നെ ഓല കാര്യത്തിന് തീരുമാനമായിട്ടുണ്ട്. കിട്ടുമല്ലേ കിട്ടു ഗൈസ്. അപ്പൊ പിന്നെ കഴിക്കാന്നല്ലാണ്ട് പിള്ളേർക്കെല്ലാം എന്തെടുക്കണ്ടേന്ന് കൺഫ്യൂഷനാണ്. കാരണം അത്രപാട് ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. താ മോളെ ഇവളെ പ്ലേറ്റ് ഒക്കെ ലാഹോലോലാക്കോതില്ല വില്ലജാതി അബ്ലൂസ് തന്നെയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇത്ര തന്നെ, വേറെ ഒന്നുമില്ല. ബൈ ബൈ.